Okay, so it's India versus New Zealand day and let's go have some fun. Okay, so we are at Cafe Cana to watch the game, so let's go there. They have chosen the ball team, so it's going to be a chaser for New Zealand. Let's see, and I'm going to chase this till I calm my nerves. And Sanju just got the first 50 now, so Sanju is changing everything, he's going into overdrive. Things are going well. I'm still scared of putting any vlogs right now, but it's going good. It's going good. അതെ, ഇന്ത്യയുടെ മാച്ചിന്റെ ഒപ്പം ഞാനും റീസ്റ്റാർട്ട് ചെയ്തു. So yeah, the game is changing now. Let's see what happens. At least get 250. At least 250. Okay, so change of pace. 2 wickets are down. Vishen and Sanju. They have done the same freaking ball again. We have 3 more balls in this over. Let's see how it goes. So yeah, 3 more balls to go. എന്താവുന്നു ഒരു ഐഡിയ ഇല്ല. 17.2 ഇത് പക്ഷെ അവന്മാരടിച്ച് കയറ്റു. പിടിക്കണം, ആ പവർ പ്ലേയിൽ പിടിക്കണം. ആദ്യമായിട്ട് ബ്ലോഗ് എടുത്തപ്പോൾ ഫോർവേഡ് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇന്നിങ്സിൽ അവന്മാർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. 256 ഉണ്ട് ടാർഗറ്റ്. സോ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ സെക്കൻഡ് ഇന്നിങ്സിൽ എങ്ങനെ. ഇപ്പം ഇനി ഒരൊറ്റ ബോൾ ബാക്കിയുണ്ട്. ആ ഒരൊറ്റ ബോളിലാണ് ഇനി കളി. സനിബ്രോന്റെ എക്സ്പെക്ടേഷൻ എന്താ? ദ്രാവിഡ് പോലെയാണ് ഔട്ടാക്കാൻ നല്ല പാടാണ്. അല്ല, അവന്മാരെ നീശം വരെ അടിക്കും. 7ാം നമ്പർ വരെ ബാറ്റിംഗ് ഉണ്ട്. 7 വരെ അടിക്കും. 7 ബാറ്റ്സ്മാൻമാരെ ആദ്യത്തെ എല്ലാം വരെ കിടിലം കളിയാണ്. ഇത് ബാറ്റിംഗ് പിച്ചാ, ലെങ്ത് ഉണ്ട് പക്ഷെ ബാറ്റിംഗ് പിച്ചാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രൗണ്ടാണ്, ഓടി എത്താൻ പാടില്ല. സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റും കൂടെ ബാക്കി. അതിൻ്റെ ഡൽഹി ഇവിടെ ഫുള്ളായി. ഇവിടെ 2 മിനിറ്റും കൂടെ ഉണ്ട്. അത് തുടങ്ങി തരാം. ഡോട്ട് ബോൾ. എന്താണ് പ്രഡിക്ഷൻ? ദൂബെ അടുത്ത് കളഞ്ഞേട്ടാ. ഫീൽഡ് ഉണ്ടാവും. അവനെ പിടിച്ച് അവിടെ ബൗണ്ടറി റിങ്കു സിംഗിനെ കയറ്റിയാണ്. ഹാർദിക് പാണ്ഡ്യ. നിങ്ങള് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. ആളുടെ ഇല്ലടാ. ഈ ബോൾ വരും നോക്കാം. ഖേദമുണ്ട്, മിക്കവാറും വർക്കാവും ബോധമുണ്ട്. സെലിബ്രേഷൻ വരെ കഴിഞ്ഞ് സനിമാന്റെ പ്രഡിക്ഷൻ എന്താ? ഫസ്റ്റ് ബോള് ഒരു ഡോട്ട് ബോളെങ്കിലും പയ്യെ ഇറക്കും. ഈ പാഴകളാക്കി അറിയിപ്പിച്ചിട്ട് കുറച്ച് ഓവറൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ്. നല്ല ലാസ്റ്റത്തെ ഓവർ ബുംറ
മൂന്ന് ഓവർ 32 റൺസ്, ഒരു വിക്കറ്റും പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മെയിൻ ആളിറങ്ങി, ബുംറ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബുംറയിലാണ് എല്ലാം ഇരിക്കുന്നത്. സനി ബ്രോ, ബുംറയുടെ ഫസ്റ്റ് ബോൾ ഒരു വിക്കറ്റ് തന്നെ ഉണ്ടോ? വിക്കറ്റ് കാണുന്നുണ്ട്. ഹെൽപ്പ് കിട്ടുന്നതനുസരിച്ച് ആദ്യത്തെ ഒരു 1-2 ബോൾ നോക്കണം. പ്രഡിക്ഷൻ പുതിയ പേരായി എന്തോ പോപ്പ് മോള് സാധനം ഉണ്ട്, നോക്കണേ. ഇന്ന് മൊത്തം പ്രവചനം മാറിയെന്നോ? ആവേശഭരിതമായ ഒരു മാച്ചിന് ശേഷം ആവേശഭരിതമായ ഒരു കമ്പക്കെട്ട് ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഇറങ്ങിയിട്ടത്. Come on, 3, 2, 1. കത്തില്ല. പൊട്ടു പ്ലീസ്. You can do it. ഇത് ഒരു മൂടും ഇല്ലാതെ പടക്കുന്നു. ഇതിപ്പോ മാത്രമല്ലല്ലോ. അതെ, ഇത് സനിബ്രോയുടെ പിതാക്കാണെന്ന്. അത്യുഗ്രൻ കണ്ടിട്ട് വരുന്നത് കാർത്തിക് സൂര്യ. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. മാലപ്പടക്കം. അയ്യോ, വണ്ടി വണ്ടി വണ്ടി. ഇനി അടുത്തത് മാൻ ഓഫ് ദ മാച്ച് ആരാണെന്നുള്ളൊരു ഇതാണ്. ഇവിടുത്തെ പ്രഡിക്ഷൻ 2 കണ്ടക്ടേഴ്സ് ആണ്. കിട്ടോ നോക്കാം. മിക്കവാറും സഞ്ജയനും ഉണ്ടോ? സഞ്ജു ഉണ്ടോ? ഇവർ തമ്മിൽ ഒരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നത്. സഞ്ജു സാംസൺ വെള്ളം എല്ലാം തൂത്തുവാരി കൊണ്ടു. ഇവിടെ ബുംറ. നീ പ്ലേറ്റ് മാറ്റിയാടാ. ഇവർ 2 ബുംറ ടീം, ഇവിടെ 4 സഞ്ജു സാംസൺ ടീം മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇന്നത്തെ ഇവിടെ അടിപൊളി പരിപാടി, ഒന്നും പറയാനില്ല. കിട്ടില്ലെങ്കിൽ ബ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത ദിവസം എന്തെങ്കിലും കൊള്ളാം. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒന്നും പറയാനില്ല. സഞ്ജുകാരൊക്കെ ഇവിടെയാ. നോർത്ത് ഇന്ത്യൻ ലോബി അവാർഡൊന്നും കൊടുക്കാതെ അല്ല, ഇന്ത്യ ജയിച്ചു. ലോബിയും സഞ്ജു സാംസന് കൊടുക്കാതെ ബുംറയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മോളോട് കയറി വന്നില്ലട്ടോ. നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഉത്തമ ഉദാഹരണം. എന്നാൽ സഞ്ജു കിട്ടാൻ മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. നോർത്ത് ഇന്ത്യൻ ലോബി സൗത്ത് ഇന്ത്യക്കാരെ പുച്ഛം. അടുത്താള് തന്നെ പിന്നെ മാറ്റിയതാണ് നീ.
വ്ളോഗിലുണ്ട് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ലോബി അത്ര നന്നായിട്ടില്ല പ്രൊമോട്ട് ചെയ്ത് അവനെ ടൂർണമെന്റ് കിട്ടില്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബി ടൂർണമെന്റ് ഞാൻ പറഞ്ഞു ടൂർണമെന്റ് കിട്ടണം ടൂർണമെന്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബി കാണാം നോർത്ത് ഇന്ത്യൻ ലോബി കഴിഞ്ഞു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഇപ്പം തന്നെ പറയാം നമുക്ക് നിനക്ക് നമുക്ക് അങ്ങോട്ട് നോർത്ത് ഇന്ത്യൻ ലോബി ഇങ്ങോട്ട് അയച്ചു തരും അപ്പൊ നാളെ കച്ചയുടെ ഫോട്ടോ ഓക്കെ സോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു മാൻ ഓഫ് ദ മാച്ച് ടൂർണമെന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് മാൻ ഓഫ് ദ മാച്ച് കിട്ടിയില്ല പക്ഷെ ടൂർണമെന്റ് കിട്ടി അത് വെച്ച് നമ്മൾ സന്തോഷിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും പതിയെ ഇവിടുന്ന് പോകാനുള്ളൊരു ഇതിലാണ് എന്തായാലും അടിപൊളി ബ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ ഇന്ത്യ കപ്പടിച്ചു അതുകൊണ്ട് പൊളി അപ്പം ഇനി നാളെ കാണാം ബൈ ബൈ